LGSന്റെ അവസാനത്തെ സ്റ്റേജിൻ്റെ ആൻസർ കീ വന്നു. വളരെ എളുപ്പമുള്ള എക്സാം എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. സംഭവം ശരിയാണ്, ഒരു എളുപ്പമുള്ള എക്സാം തന്നെയായിരുന്നു. പക്ഷെ ഇവർ കാണിച്ച് തെണ്ടിത്തരത്തിന് എന്തെങ്കിലും ഒരു മറുപടി പറയേണ്ടി വരും. ഈ കാണിച്ച് തെണ്ടിത്തരത്തിന് ഈ 9 ഡെലീഷനും ഒരു ചേഞ്ച് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവർ ചലഞ്ച് ചെയ്ത് അടിച്ച് തീർത്താണിത്. ഈ PSCന്റെ വിദഗ്ധന്മാരാണ് ചോദ്യം ഇടുന്നതെന്നും വിദഗ്ധന്മാരാണ് ഇതിനുള്ള ആൻസർ കീ ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് വിദഗ്ധന്മാരാണ് ഈ ആൻസർ കീ ഇടുന്നതെന്ന് ഇതുവരെ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കില്ല. നാണക്കെട്ട മാർഗ്ഗങ്ങൾ, വെറും നാണം കെട്ട്, അത്രേ പറയാനുള്ളൂ. ഓരോ ഉദ്യോഗാർത്ഥികളും വിളിച്ചതും ഇപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെയധികം വിഷമത്തിലായി ഈ ആൻസർക്ക് വന്നതിൻ്റെ ഒരൊറ്റ പേരിൽ. മുന്നോട്ട് പഠിക്കണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനം വേണോ വേണ്ടിയോ എന്നൊക്കെ ഉള്ള ഇതിലാണ് പല ഉദ്യോഗാർത്ഥികളുള്ളത്. അത്രയും വിഷമത്തോടെയാണ് ഓരോ ഉദ്യോഗാർത്ഥികളും പറയുന്നത്. വേണ്ടാത്ത ചോദ്യങ്ങളാണ് എല്ലാം ഡിലീറ്റ് ആക്കിയത്. അതിൽ ഒരു വേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഭൂട്ടാൻ്റെ ചോദ്യം, അതുപോലെ തന്നെ മൗലികാവകാശത്തിൻ്റെ ചോദ്യം, അതുപോലെ തന്നെ ബോർഡ് മാസ് കണക്കിൻ്റെ 2 ബോർഡ് മാസിൻ്റെ ചോദ്യം, അതുപോലെ തന്നെ വേറെ ഒരു ഏജിൻ്റെ ചോദ്യമാണ് നിർബന്ധമായിട്ടും പോകണമെന്ന് പറഞ്ഞ ചോദ്യം. 2 ചോദ്യം ഉള്ള ചോദ്യത്തിന് 2 ഉത്തരങ്ങളുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം ശരിയാക്കി കൊടുക്കുക, ഒരു ഉത്തരം അത് മണ്ടന്മാർ അതേ രീതിയിൽ. അങ്ങനത്തെ 2 ചോദ്യം. എന്നിട്ട് LGS എളുപ്പം കണക്കിന് ആകെ 13 15 ചോദ്യം, 15 ഇല്ല 16 ചോദ്യം. ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എഴുതുന്നത് പൊട്ടത്തെറ്റായിക്കല്ലോ. എന്നിട്ട് വിവരമില്ലാത്ത കുറേ മണ്ടന്മാരെ ഇതിൽ കയറ്റിയിരുത്തുക. എന്നിട്ട് ഇവർ വട്ടത്ത് കുത്തിരിട്ട് കുറച്ച് കഞ്ചാവും കുറച്ച് വെള്ളം അടിച്ചിട്ട് നല്ല പിരി കയറിയിട്ട് എന്തെങ്കിലും നറുക്കിട്ട് ചോദ്യം ഇടുക, ക്വസ്റ്റ്യൻ ഇടുക, ആൻസർ കീ ഇടുക, എന്നിട്ട് വിദഗ്ധ പാനൽ എന്നൊരു പേരും. നാണം കെട്ട വർഗ്ഗം. ഇത് കേട്ടിട്ട് ഇങ്ങനെ നാണം കെട്ട വർഗ്ഗങ്ങളാണെങ്കിൽ വെറുക്കിയുടെ വെറും അത്രയ്ക്കും ഇങ്ങനെ ചാനലിൽ കൂടെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്രയ്ക്ക് തെമ്മാടികളും ചെറ്റകളും ഇങ്ങനെ ചെയ്തു വെച്ചത്. ഇതൊക്കെ ആരാ ഇത് എടുത്തുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനത്തെ ഒരു മൊണ്ണകളെ ഈ വിദഗ്ധ പാനൽ എന്ന് പറഞ്ഞ് എടുത്തുന്നത്. നമ്മുടെ നാട്ടിലെ PSC ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ഒരുപാട്. അവിടെയുള്ള കുട്ടികൾ 100 ചോദ്യം ഇതിനും വൃത്തിയിട്ടിടും. ചോദ്യം ഇട്ടതും തെറ്റി, ഇത് ഉത്തരം തെറ്റി. ഇതൊക്കെ ആരെ കാണിക്കാനെന്ന് മനസ്സിലാവില്ല ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ആരെങ്കിലും എഴുതിക്കും പരീക്ഷ. എന്നിട്ട് ഓർക്ക് വേണ്ടിയിട്ട് മാർക്ക് കൂട്ടി കൊടുക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയത് മനസ്സിലാവില്ല. നിങ്ങൾ അത്രയ്ക്കും ഇതായിട്ടാണ് വിചാരിക്കുന്നത്. ഞാൻ ഈ എക്സാം എഴുതിയ ആളായതുകൊണ്ടൊന്നുമില്ല പറയുന്നത്. പക്ഷേ അത്ര ഉദ്യോഗാർത്ഥികൾ നമ്മളോട് പറഞ്ഞേക്ക്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഈ എക്സാം എഴുതിയ ആൾക്കാരുണ്ട്. ഒറ്റയടിക്കാണ് 80 85 ആൾക്കാർ 70 72 73 ആയി കിടക്കുന്നത്. 73 80 മാർക്കുള്ള 73 72 മാർക്ക് വരെ ആയിട്ടുള്ള എക്സാം ആണ് ഈ എക്സാം. അപ്പോൾ മനസ്സിലാക്കണം ഉദ്യോഗാർത്ഥികൾ. ഇതിലും വലിയൊരു ഡിലീഷൻ വരുന്നുണ്ട്. ഇത് സെക്ഷൻ ചെയ്യും കണ്ണൂർ എക്സാം. അത് ഇതിലും കോമഡി ആയിട്ടുള്ളത്. അത് 12 നോക്കിയാണ് പറയുന്നത് ഡിലീഷൻ വരുന്നത്. എന്ത് കണ്ടിട്ടാണ് ഇങ്ങനത്തെ തെങ്കികളെല്ലാം ഇതിലേക്ക് പാനൽ എന്ന് പറഞ്ഞിട്ട് വിദഗ്ധ സമിതി എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത് മനസ്സിലാക്കില്ല. എന്തെങ്കിലും ആവട്ടെ.